ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രവർത്തന വർഷ ഉദ്ഘാടനവും പുതിയ അംഗത്വം നൽകലും നടന്നു. ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർ തോമസ് ലീഹായുടെ ദുക്രാന തിരുനാൾ ദിനത്തിൽ ചേമ്പളം സെന്റ് മേരീസ് ഇടവകയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 2026-27 പ്രവർത്തന വർഷം ഉദ്ഘാടനവും അംഗത്വം നൽകലും നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുക്രാന തിരുനാൾ ദിവ്യബലിയെ തുടർന്ന് നടന്ന യോഗത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വികാരി ഫാദർ ജെയിംസ് വെൺമാന്ത്ര നിർവഹിച്ചു. തോമസ് ലീഹ നമുക്ക് നൽകിയ ആ ചൈതന്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് ധൈര്യം കാണിക്കുന്ന ഒരു വലിയ മലയാളികളുടെ സമൂഹമുണ്ട്. നമുക്കറിയാം, തോമസ് ലീഹയിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ ആ ചൈതന്യം അവർ വിവിധ സമൂഹങ്ങളിലെ ക്രൈസ്തവ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ധീരമായിട്ട് സാക്ഷ്യം നൽകുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുക നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസത്തിന്റെ വളർച്ച തന്നെയാണ്. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രൈസ്തവ മിഷണറിയാകുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾ എക്കാലവും സഭയ്ക്ക് വിലപ്പെട്ടതാണെന്നും പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതമണ്ണിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തിന് ദീപം പകർന്നതെന്ന് വിശുദ്ധ തോമസ് ലീഹായുടെ ഓർമ്മദിനമായ ദുക്രാന തിരുനാളിൽ തന്നെ പ്രേക്ഷിത ചൈതന്യം നെഞ്ചിലേറ്റുന്ന മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് ഓരോ വർഷം തുടക്കം കുറിക്കുക എന്നത് ഏറെ അനുഗ്രഹപ്രദമാണ്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക എന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് മിഷൻ ലീഗ് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഫാദർ ജോസഫ് മാലിപ്പറമ്പിലച്ചനും കുഞ്ഞേട്ടൻ എന്നറിയപ്പെടുന്ന എബ്രഹാം പുല്ലാട്ടുകുന്നയിലും ചേർന്ന് 1943 ഭരണങ്ങാനത്ത് തുടക്കം കുറിച്ച മിഷൻ ലീഗ് ഇന്ന് ഭാരതത്തിലും ഭാരതത്തിനു പുറത്തുമുള്ള രൂപതകളിലും പടർന്നു പന്തലിച്ച് വലിയൊരു പ്രേക്ഷിത പ്രസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്നു. മിഷൻ എന്ന ക്രൈസ്തവരുടെ അടിസ്ഥാന ദൌത്യമായ പ്രഘോഷണത്തെ സേവനമെന്ന പ്രവർത്തനത്തിലൂടെ ജീവിത സാക്ഷ്യമാക്കി ക്രിസ്തു സാക്ഷികളാകുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന മിഷൻ ലീഗ് പ്രവർത്തനങ്ങൾ എക്കാലവും മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സീറോ മലബാർ സഭയിലെ വിശുദ്ധരുടെയും ചെറുപുഷ്പ മിഷൻ ലീഗ് സ്ഥാപകനായ കുഞ്ഞേട്ടന്റെയും വേഷധാരികളായ കുട്ടികളോടൊപ്പമാണ് പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇടവകയിലെ CML ആനിമേറ്റർ സിസ്റ്റർ ലിസ്മിൻ, സൺഡേ സ്കൂൾ പ്രഥമാധ്യാപകൻ സോണി തണ്ണിപ്പാറ, മിഷൻ ലീഗ് പ്രൊമോട്ടർമാരായ സജി മടത്തിനാൽ, മിനി ബാബു കൊച്ചുപറമ്പിൽ, സൺഡേ സ്കൂൾ അധ്യാപകരായ ജോമി തകടിപ്പുറം, സ്നേഹ അറയ്ക്കപ്പറമ്പിൽ, മഞ്ജു തേനമാക്കൽ, ജിജി സോണി തണ്ണിപ്പാറ, ജോൺസൺ കൊച്ചുപറമ്പിൽ, മിഷൻ ലീഗ് യൂണിറ്റ് ഭാരവാഹികളായ ഇവാൻ മൂക്കുങ്കൽ, അൽഫോൺസ മൂക്കുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിങ്കിരി 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 പട്ടാളം. ഇത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടാ, നിർഗുണം ചേട്ടോ, ചേട്ടോ, ചേട്ടാ, ഇയാള് തന്നെ മിണ്ടാത്ത ചേട്ടോ, ചേട്ടോ. യോ, ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലോ ആണോ? ദൈവമേ, യോ, പേടിപ്പിച്ച് കളഞ്ഞിലാണോ നോത്തെ? എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച് ചേട്ടൻ ഇത് എന്നാ കാണിക്കുമായിരുന്നു? വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് വീനെ കിട്ടിയല്ല. എന്നിട്ട് ചേട്ടൻ ഒരു കളഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്നാ വാടാനത്തെ നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം.